कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മാറിക്കൊണ്ടേയിരിക്കുന്നത് കാലമെന്ന് പറയുന്നു. എന്നാൽ കാലമാണോ മാറുന്നത്, അതോ നമ്മുടെ മനസ്സോ എന്നറിയില്ല. എന്നാലും പലപ്പോഴും ഉദയാമൃതത്തിൻ്റെ പ്രഭാതങ്ങളിൽ, ഈ യാത്രകളിൽ ഒരേ കാലം, പല കാലങ്ങൾ കഴിഞ്ഞ് ഒരേ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമുണ്ട്, ഒരനുഭൂതിയുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവതല്ല. ചില ദേശങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം വിളിക്കുന്നത് പോലെ, മൂകാംബിക വിളിക്കുന്നത് പോലെ, എപ്പോഴും വർഷത്തിൽ ഒരു തവണയെങ്കിലും ആ തിരുനടയിൽ എത്തിയില്ല എങ്കിൽ തറവാട്ടിൽ ചെല്ലാത്തതുപോലൊരു വിഷമം, അമ്മയെ കാണാത്തതുപോലൊരു വിഷമം, അങ്ങനെ തോന്നിക്കുന്ന ചില ക്ഷേത്രങ്ങൾ. ആ ചില ക്ഷേത്രങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുവാനാകുന്നത് മഹാഭാഗ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ചില പ്രദേശങ്ങൾ. കൊട്ടിയൂർ ദേശത്തേക്ക് എത്തിയ നാം, കൊട്ടിയൂരിന് ചുറ്റുവട്ടത്തെ ഗ്രാമങ്ങൾ കാണുന്ന നാം, കൊട്ടിയൂരിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ ശാക്തേയ സമ്പ്രദായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന നാം ഇന്ന് ശക്തി ആരാധനയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. ഈ ക്ഷേത്രം ഇന്ന് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളീയ വിശ്വാസങ്ങളുമായി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർക്ക് സുപരിചിതമായ നാമമാണ്. എന്നാൽ ഇത് അത്ര പ്രസിദ്ധമല്ലാതിരുന്ന കാലത്തും, ഈ നാമം അത്ര പ്രസിദ്ധമല്ലാതിരുന്ന കാലത്തും ഇതേ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ് നാം. ഇത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്. മൃദംഗശൈലേശ്വരത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നാം നിൽക്കുന്നത്. കൊട്ടിയൂരിൻ്റെയും സമീപ പ്രദേശത്തെയും പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴേക്കും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ സൂചന നാം കാണുമ്പോഴൊക്കെ ഈ ക്ഷേത്രം നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ആ ആകർഷണങ്ങളെ മറികടന്നു പോകുവാൻ മനസ്സ് മടിക്കുന്നത് കൊണ്ട് ഇന്ന് മൃദംഗശൈലേശ്വരി നമ്മെ വീണ്ടും ഒരിക്കൽ കൂടി ആ തിരുനടയിലേക്ക് വിളിക്കുകയാണ്. അവിടേക്ക് നാം ഒരുമിച്ച് പോവുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം ജഗന്മാതാവിൻ്റെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കള്ളം പറയാതെ സത്യത്തിൽ മാത്രം അടിയുറച്ച് ഒരു ജീവിതം നയിക്കുവാൻ നോക്കുക. കലിയുഗത്തിൽ സത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. അമ്മയുടെ വാക്കുകളിലൂടെ തപസ്സിന്റെ മഹത്വം അറിയുവാൻ നമുക്കാകട്ടെ. കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് യാത്ര ചെയ്ത് പിന്നെ ഇരിട്ടിയിൽ നിന്ന് പേരാവൂരേക്ക് പോകുന്ന വഴിക്ക്
കാക്കയങ്ങാട് എന്നൊരു പ്രദേശത്തെത്തും. കാക്കയങ്ങാടിന് തൊട്ടരികിലായിട്ടാണ് മുഴക്കുന്ന് ക്ഷേത്രമുള്ളത്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ഈ ദേശത്തിൻ്റെ നാമം തന്നെ മുഴക്കുന്ന്. ശരിക്കും മുഴക്കുന്ന് എന്ന് പറയുന്നത് മിഴാവ് കുന്ന് എന്നത് ലോപിച്ചതാണ്. മിഴാവ് കുന്ന് എന്ന് പറയുമ്പോൾ മിഴാവിലാണ് ദേവി ആദ്യം സാന്നിധ്യമായതെന്ന് വിശ്വാസം. മിഴാവും മൃദംഗവും തമ്മിൽ പിന്നീട് ഒരു കാലത്ത് വാദ്യകലയുടെ ദേവതയാണ് ഇവിടെ കുടികൊള്ളുന്ന ദേവത എന്ന് എല്ലാവർക്കും ഉറപ്പായും വിശ്വാസമുണ്ടെങ്കിലും മിഴാവെന്നും മൃദംഗമെന്നും ഒക്കെ വിചാരിച്ച് അതിങ്ങനെ മാറിപ്പോയൊരു കാലഘട്ടമുണ്ട്. ഏതായാലും പഴയ നാമം മിഴാവ് കുന്ന് എന്നാണ്. പിന്നീടത് കാലക്രമത്തിൽ മൃദംഗശൈലേശ്വരിയായി മാറിയതാണ്. മൃദംഗശൈലവാസിനി സുഭദ്രേ മതംഗഗേഹലാസിനി സുമൂർത്തേ മാതംഗരൂപരാഗിണി സുശീലേ ഇവിടെ അടുത്ത് പുരളിമലയുണ്ട്. ഈ പുരളിമലയാണ് യഥാർത്ഥത്തിൽ മൃദംഗശൈലം എന്ന് അല്ലെങ്കിൽ മിഴാവ് കുന്ന് എന്നറിയപ്പെട്ടതെന്നും വിശ്വാസമുണ്ട്. പുരളിമലയുടെ ആകൃതി തന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറയപ്പെടുന്നുമുണ്ട്. പുരളിമലയ്ക്ക് താഴെ, അതായത് പുരളീശ്വരന്മാർ വാണിരുന്ന പുരളിമലയ്ക്ക് താഴെയുള്ള മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് നാം വീണ്ടും ഒരിക്കൽ കൂടി എത്തുകയാണ്. 2009 നാം എത്തുമ്പോൾ കാഴ്ചകൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു ആൾത്തിരക്കില്ലാത്ത ഗ്രാമം. ആ ആൾത്തിരക്കില്ലാത്ത ഗ്രാമത്തിൽ അധികം ആൾത്തിരക്കില്ലാത്ത, ആരും തന്നെ അധികം വരാത്ത ഒരു ക്ഷേത്രം. അങ്ങനെയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെ അന്ന് നമ്മൾ കണ്ടത്. ഇന്ന് ഇവിടെ എത്തുമ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാഴ്ചകൾ മാറിയിരിക്കുന്നു. ധാരാളമായി ഭക്തജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി ഇവിടേക്ക് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ആയി ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഭക്തർ വരുന്ന ക്ഷേത്രമായി മൃദംഗശൈലേശ്വരം ക്ഷേത്രം മാറിയിരിക്കുന്നു. ആ ക്ഷേത്രഭൂമിയിലേക്ക് വീണ്ടും എത്തുമ്പോൾ സത്യത്തിൽ 2009 നടത്തിയ യാത്രയും ഇപ്പോൾ നടത്തിയ യാത്രയും മനസ്സിന് നൽകുന്ന ഭക്തിഭാവങ്ങൾ ഒന്ന് തന്നെയാണ്. എന്നാൽ കാഴ്ചകളിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ അത് നമുക്ക് ദേവിയുടെ അനുഗ്രഹങ്ങളായി കരുതുകയാണ്. ആ അനുഗ്രഹങ്ങളെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മൃദംഗശൈലേശ്വരം ക്ഷേത്രത്തിന് അകത്തേക്ക് ഈ ഭക്തജനങ്ങൾക്കൊപ്പം പ്രവേശിക്കാം. ഒരു വരം ഞങ്ങളിൽ അരുളേണം ദേവി മൃദംഗശൈലേശ്വരി വരദായിനി രാജരുദ്രേശ്വരി ശ്രീശൈലവാസിനി നിൻ കൃപ ഞങ്ങളിൽ കനിയേണം ദേവി ഒരു വരം ഞങ്ങളിൽ അരുളേ. ണ്ട് സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ചിറക്കൽ കോവിലകവും സാമൂതിരി കോവിലകവും പുറകിഴാ നാടും ഏഴിമല നന്ദന്മാരും അത് കഴിഞ്ഞ് വന്ന കോട്ടയം രാജവംശവും ഒക്കെയായി, അതായത് കണ്ണൂരിൻ്റെ ദേശത്തെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വടക്കൻ ദേശത്തെ സ്വാധീനിച്ചിരുന്ന എല്ലാ രാജവംശത്തിൻ്റെയും സ്വാധീനമുള്ള പ്രദേശമാണ് മുഴക്കുന്ന് എന്ന് ഇന്നറിയപ്പെടുന്ന പണ്ടത്തെ മിഴാവ് കുന്ന്. ഈ പ്രദേശം ഭരണസിരാകേന്ദ്രമായിരുന്നു ഒരിക്കൽ കോട്ടയം രാജാക്കന്മാരുടേത് എന്ന് പോലും പറയുന്നുണ്ട്. ഇന്ന് ഇത്രയേറെ തിരക്ക് കാണുമ്പോൾ ഏഴിമല നന്ദൻ രാജാക്കന്മാരുടെ, ഏഴിമല നന്ദൻ്റെ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് ഈ ഒരു കൊട്ടിയൂർ ദേശവുമായി ബന്ധപ്പെട്ട് നിരവധി പറയാനാകും. പുരളിമലയിൽ വാണിരുന്ന പുരളീശ്വരന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രവും നാം പറഞ്ഞു.
എന്നാൽ പിന്നീടാണ് കോട്ടയം പുരളീശ്വരന്മാർ ആരാധിച്ചിരുന്ന മൂർത്തി പിന്നീട് കോട്ടയം രാജാക്കന്മാർക്ക് ആധിപത്യം ഉണ്ടായ സമയത്തും അവരുടെ ഈശ്വരമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. കോട്ടയം രാജാക്കന്മാർ പോർക്കലി ദേവതയിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോർക്കലി സ്ഥാനങ്ങൾ ധാരാളം ഇവിടെ ഉണ്ടായി വരികയും ചെയ്തു. ഇവിടെ ഇപ്പോൾ നമുക്ക് ദുർഗയായും പോർക്കലിയായും ഭഗവതിയെ കാണുവാനാകും. 2 ഭാവങ്ങളിലാണ് ദേവി ദർശനം അരുളുന്നത്. ഉയർന്നു നിൽക്കുന്ന വലിയ ബലിക്കല്ല് ദുർഗാദേവി സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൻ്റെ മുഖമുദ്രയായി നിൽക്കുമ്പോൾ ആ ബലിക്കലിന് ഇരുവശവും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ കാത്തു നിൽക്കുന്ന ഭക്തരാണ്. ആ ഭക്തർക്കൊപ്പം നിൽക്കുമ്പോൾ ഇവിടെ പോർക്കലിയായും അതുപോലെ തന്നെ ദുർഗയായും ആരാധിക്കപ്പെടുന്ന ദേവി. രണ്ടിലേതാണ് എന്ന് വ്യക്തമായി പറയാനാകില്ല. എന്നാൽ 2 സാന്നിധ്യവും ഉണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ പറയുവാനുമാകും. അതാണ് ദേവീഭാവം. ഏതായാലും കഥകളിയുമായി വളരെയേറെ ബന്ധമുണ്ട്. കഥകളി ആദ്യമായി ഉണ്ടായി വരുവാൻ കാരണമായ പ്രദേശമാണ് ഈ ക്ഷേത്രഭൂമി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ കഥകളിയുടെ വന്ദന ശ്ലോകത്തിൽ ദേവിയുടെ നാമം ഉച്ചരിക്കുന്നത് മന്ത്രമായി തന്നെ ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നുവെന്ന് കാണാം. ആ മന്ത്രത്തിനും ആലേഖനം ചെയ്തിരിക്കുന്ന തൊട്ടരികിലായി നമുക്ക് മൃദംഗശൈലേശ്വരി ഭാവം ദേവീ രൂപത്തെ വ്യക്തമായി കാണാനാകും. അങ്ങനെ ദേവീ രൂപത്തിൻ്റെ ഈ മഹിമകൾ അറിഞ്ഞ് ആ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ അറിഞ്ഞ് ഈ തിരുനടയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ദർശനത്തിന് വരുന്ന ഓരോരുത്തർക്കും ദേവീ വിശ്വാസത്തെക്കുറിച്ച് പറയുവാനുണ്ട് ഏറെ. ആര് സംസാരിച്ചു തുടങ്ങിയാലും നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ദേവിയുടെ മഹാത്മ്യത്തെ. അത് മൃദംഗശൈലേശ്വരിയുടെ പരമപുണ്യമാണ്. കമലമുഖി ഭാഗീശ്വരി ദർശനമറിയെ അനുഗ്രഹിക്കുന്ന ലോകമാതാവായ മൃദംഗശൈലേശ്വരി ദേവി. ഈ ദേവിക്ക് തിരുനടയിൽ ഓരോ തവണ എത്തുമ്പോഴും അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വർഷം. അത് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ തിരുനടയിൽ വീണ്ടും വീണ്ടും വന്ന് നിൽക്കുവാനാകുമ്പോൾ അതൊരു മഹാപുണ്യമായി കൊടുക്കരുതാണ്. മൃദംഗശൈലേശ്വരിക്ക് തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന്, അമ്മയുടെ ദർശന സൗഭാഗ്യത്തിന് ലഭിക്കുന്ന അനുഗ്രഹവും പുണ്യവും ഏവരിലേക്കും എത്തട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുകയാണ്. മൃദംഗശൈലേശ്വരി ദേവി ലക്ഷ്മിയാണ്, സരസ്വതിയാണ്, ശ്രീപാർവതിയാണ്, ആദിപരാശക്തിയാണ്. മൂകാംബികയിൽ നിലകൊള്ളുന്ന ആ ജഗന്മാതാവുമാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് തിരുമുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തർക്കും അമ്മയുടെ ലോകത്തിലെ സകല ദേവീഭാവങ്ങളുടെയും അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിത്യവും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുവാനായി ധാരാളം ഭക്തരെത്തുന്നു. ഓരോ തെളിയുന്ന തിരയിലും പ്രാർത്ഥനകളാണ് സമർപ്പിക്കപ്പെടുന്നത്, സങ്കടങ്ങളാണ് ഇല്ലാതെയാകുന്നത്. കാരുണ്യക്കടലാകുമമ്മേ വാത്സല്യത്തണലാകുമമ്മേ നീ തന്നെ അഖിലം, നീ തന്നെ ശരണം, നീ എന്നുമേ ജീവനാദാമൃതം. കാരുണ്യക്കടലാകുമമ്മേ. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ.
ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. താളവും വാദ്യവും നിൻ പാദനടയിൽ ദിഗന്ധങ്ങൾ കേൾക്കേ ഉയരുമ്പോൾ മനസ്സുകൾ നിന്നാമമന്ത്രങ്ങളോതി ദീപാരാധനാ നേരമായി ഒരു വരം ഞങ്ങളിൽ അരുളേണം ഇതിൻ്റെ ഒരു പെട്ടെന്നുണ്ടായൊരു ഖ്യാതി, നമുക്ക് ക്ഷേത്രം വളരെ പുരാതനമാണ്, ഒരുപാട് കാലത്തെ പ്രാധാന്യമുള്ള പുരളീശ്വരന്മാർ, അതുപോലെ തന്നെ ഏഴിമല രാജാക്കന്മാരുടെയൊക്കെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങളിലേക്ക് പെട്ടെന്നാണ് ക്ഷേത്രത്തിൻ്റെ ശ്രദ്ധ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അത് 2014 വർഷം ഇവിടെ ഒരു സ്വർണ്ണപ്രശ്നം നടന്നിരുന്നു. ആ സ്വർണ്ണപ്രശ്നത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയിട്ടൊക്കെ അന്ന് പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. അത് ഈ ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തെ പോലെ തന്നെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. കാരണം കഥകളിയുടെ സ്ത്രീവേഷം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് അന്ന് കഥകളിയുടെ ഇത് ചെയ്ത തമ്പുരാന് ഇതറിയാത്തൊരവസ്ഥ വരുമ്പം ദേവി തന്നെ ആ കഥകളി രൂപം കുളത്തിൻ്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അരക്ക് മുകളിലുള്ള ഭാഗമാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും അരക്ക് താഴെ വെള്ള ആയിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം ഈ സ്വർണ്ണപ്രശ്നത്തിൽ എന്ന് ഈ ക്ഷേത്രക്കുളം പുനരുദ്ധാരണം നടത്തി ഈ ക്ഷേത്രക്കുളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു, അന്ന് ഈ ക്ഷേത്രം ലോകപ്രശസ്തി ആർജിക്കുന്നു. അന്ന് സ്വർണ്ണപ്രശ്ന ആചാര്യൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുളം നവീകരിച്ച് വെള്ളം നിറഞ്ഞൊഴുകിയ ആ സമയത്ത് കഴിഞ്ഞാണ് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് DGP അദ്ദേഹം ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് വളരെ ശക്തമായും വളരെ ഇതായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മോഷണം പോയതും ആ വ്യത്യസ്ത കാലഘട്ടത്തിൽ മോഷണം പോയ ഈ കള്ളന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിടിക്കുകയും അവർക്കെല്ലാം ഒരേ അനുഭവങ്ങൾ, അതായത് ഈ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ദിക്കുകൾ തെറ്റിപ്പോവുക, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അവർ തന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറയുക ഇത് ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്, ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതൊക്കെ കേട്ടതിന് ശേഷം TV-യിൽ വാർത്ത വരികയും നിരവധി, അതായത് അമൃത TV തന്നെ ആദ്യം അമൃത TV ആയിരിക്കും ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ജനശ്രദ്ധ ആകർഷിപ്പിച്ചിട്ടുണ്ടാവുക 2009 അന്ന് ഇവിടെ വന്ന് എടുക്കുകയും അതിനുശേഷം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അലക്സാണ്ടർ ജേക്കബ് ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം, അതായത് എനിക്ക് തോന്നുന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള അനുഭവമായിരിക്കും. അതായത് ഒരു പ്രത്യേക ഒരു ദിവസം തൊട്ടിട്ട്, അതായത് ഒരു നമ്മളെ ഭാഷയിൽ ഒരു ഡീഗ്രേഡ് ആയിട്ടുള്ള അമ്പലം സ്പെഷ്യൽ ഗ്രേഡിലേക്ക് മാറുകയാണ്. ദേവി തന്നെ ചൈതന്യം ഉണ്ടാക്കിയൊരു ക്ഷേത്രങ്ങൾ കുറവായിരിക്കും. സ്വതവേ മാനുഷികമായ കർമ്മങ്ങളിൽ കൂടി താന്ത്രികമായ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടിയാണ് ദേവചൈതന്യം പുഷ്ടിപ്പെടുത്തുക. പക്ഷേ ഇവിടെ ദേവി തന്നെ നവീകരണ കലശം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. അതായത് ദേവി തന്നെ ചൈതന്യം ഉണ്ടാക്കി, നമുക്കൊന്നും ചെയ്യാനില്ല. അതാണ് ക്ഷേത്ര തന്ത്രിമാരും പറഞ്ഞത്. നമ്മളിനി മാനുഷികമായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ സ്വർണ്ണപ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ക്ഷേത്രതന്ത്രി കോഴിക്കോട്ടുകയും നന്ദ്യാറുവള്ളിയൊക്കെ വന്ന് പണ്ട് നടന്ന, അതായത് പഴശ്ശിരാജവംശത്തിൻ്റെ കാലത്ത് തൊട്ടേയുള്ള ദുരിതങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒരു 7 ദിവസം 10-15 തന്ത്രിമാർ ചേർന്ന് വലിയൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളും കൈകോർത്ത് സഹകരിക്കുകയും അതൊക്കെ തിരുനെല്ലി കൊണ്ടുപോയി ആവാഹിക്കുകയും ഒക്കെ ചെയ്തു. ഇനിയിപ്പം നവീകരണ കലശക്രിയയാണ് ഇവിടെ ചെയ്യേണ്ടത്. കുറേ ക്ഷേത്ര പുനരുദ്ധാരണ ക്രിയകൾ ചെയ്യാനുണ്ട്. കാണിപ്പേര് നമ്പൂതിരിപ്പാട് വന്ന് അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ചുറ്റുമതിൽ, പിന്നെ 3 ഗോപുരങ്ങൾ, സരസ്വതി മണ്ഡപം, അന്നദാന മണ്ഡപം, വഴിപാട് കൊണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ പുനരുദ്ധാരണം, പിന്നെ ശ്രീകോവിൽ താഴെക്കൊണ്ട് സ്വർണം പൂശലും, അങ്ങനെയുള്ള വലിയ കർമ്മത്തോട് കൂടിയിട്ട് ഒരു വർഷത്തിനോ 1.5 വർഷത്തിനുള്ളിലോ
നവീകരണ കലശക്രിയ നടത്തി പരമാവധി ക്ഷേത്ര ചൈതന്യം പുഷ്ടിപ്പെടുത്താനാണ് ദേവസ്വത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും ഒക്കെ ആഗ്രഹം. അങ്ങ് പറഞ്ഞതൊരു വലിയ സത്യമുണ്ട് അതിൽ. കാരണം ദേവിയാണ് തീരുമാനിക്കുന്നത് ഏത് കാലത്ത് ഉയരണമെന്ന്, ഏത് കാലത്ത് ജനങ്ങൾക്ക് തൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ബോധം നൽകണമെന്ന്. തീർച്ചയായും 2009 കാലഘട്ടത്തിൽ ഉദയാമൃതം വരുമ്പോൾ 2 ഭാവത്തിലാണ് ഈ ക്ഷേത്രം കാണുന്നത്. ശരിക്കും വളരെ ആരും തന്നെ ഇല്ലാതിരുന്നൊരു ക്ഷേത്രാന്തരീക്ഷത്തിലേക്കാണ് അന്ന് 2009 വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ന് എത്തുമ്പോൾ ഇത്രയേറെ തിരക്കും അതുപോലെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെയായി ക്ഷേത്രം നിൽക്കുന്നത് കാണുമ്പോൾ ദേവിയുടെ തന്നെ പല ഭാവങ്ങളെയാണ് നാം അറിയുന്നത്, ദേവിയുടെ തീരുമാനങ്ങളെയാണ് നാം മനസ്സിലാക്കുന്നത്. സാരസലോചനേ സാമഗാനപ്രിയേ സാരസ സംഭവജായേ മഹാമായേ. ഈ ക്ഷേത്രത്തിൽ നിരവധി സെലിബ്രിറ്റീസ്, അതായത് സംഗീത ലോകത്തെ കലയുടെ ദേവതയാണ് മൃദംഗശൈലീശ്വരി ദേവി. നിരവധി, അതായത് റസൂൽ പൂക്കുട്ടി, നമ്മൾ ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടി ക്ഷേത്രത്തിൽ വന്ന് നിറമാല വഴിപാട് കഴിക്കുകയും അദ്ദേഹം തന്നെ നിരവധി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ അമേരിക്കയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ ഉദയാസ്തമന സംഗീതോത്സവം നടത്തിയിട്ടുണ്ട്. അതായത് ചരിത്രത്തിൽ ആദ്യമായി മൃദംഗത്തിനൊരു അവാർഡ് കൊടുത്തത് അന്നാണ്. അതായത് പാറശാല രവി സാറിനാണ് അന്ന് കൊടുത്തത് അവാർഡ്. കുമാര കേരളവർമ്മ ഉണ്ടായിരുന്നു, ഹരിസാർ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിനകത്തും പുറത്തുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഉദയാസ്തമന സംഗീതോത്സവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ ക്ഷേത്ര ശബരിമല തന്ത്രി അദ്ദേഹം ഇവിടെ വന്നിരുന്നു. പിന്നെ മൃദംഗ ഭൂപതി പുരസ്കാരമാണ് ഇന്ന് ഹരിസാറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ യേശുദാസ് അദ്ദേഹം ഇവിടെ വന്ന് ഒരു ദിവസം കീർത്തനം പാടണമെന്ന് നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ സംഗീതത്തിൻ്റെ ഇപ്പം പ്രത്യേകിച്ചായിട്ട് പറയാനില്ല, ഉണ്ണിമേനോൻ സാറൊക്കെ വന്നിട്ട് മൂകാംബിക പോലെയുണ്ടെന്നാണ് ഇവിടുന്ന് അഭിപ്രായപ്പെടുന്നത്. വേണുഗോപാൽ, പിന്നെ എല്ലാ ഒരുവിധം, അതായത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാ സംഗീത ലോകത്തിലെയും പിന്നെ എല്ലാ ഒഫീഷ്യൽസ്, അതായത് DGP അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഓഫീസേഴ്സ്, ജഡ്ജസ്, അങ്ങനെയുള്ള കാരക്കുടി മണിസാർ, മൃദംഗ ചക്രവർത്തിയായിട്ടുള്ള കാരക്കുടി മണിസാർ, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ അവരെത്തിച്ചേർന്ന് അവരൊക്കെ പോകുന്നത് തന്നെ, അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ വിജയം അവർ പിന്നെയും വരുവാണ്. ഇവിടെ അതാണ് നടക്കുന്നത്. അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും അവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീണ്ടും വരുമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂകിയായിട്ടുള്ള 2-3 കുട്ടികൾ ഇവിടെ വന്ന് സംസാരിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച്, അതായത് ജന്മനാ സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് 2-3 അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ സംസാരിക്കുന്നത്, അത് നമുക്ക് എന്താ പറയുക, ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. മൃദംഗശൈലത്തിൽ വന്നവതരിച്ച മായാദേവി സരസ്വതി മൃദംഗശൈലത്തിൽ വന്നവതരിച്ച മായാദേവി സരസ്വതി കാരുണ്യവും സദാ സാമോദവും നൽകും കാലാനുവർത്തിയാം ജഗദീശ്വരി മൃദംഗശൈലത്തിൽ വന്നവതരിച്ച മായാദേവി സരസ്വതി.